വർണ്ണാഭമായ ഹിസ്റ്ററി, ഇന്ത്യയുടെ വർണ്ണാഭമായ മാരിടൈം ഹിസ്റ്ററി, ലോകത്തിന്റെ മാരിടൈം ഹിസ്റ്ററി, അതെല്ലാം എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയവും കേരളത്തിലുണ്ടാവും. അതിന്റെ നടപടികളും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സർക്കാർ ആരംഭിച്ചു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പോർട്ട് സിറ്റി എന്നുള്ള കൺസെപ്റ്റ്, മിഷൻ സമുദ്ര എന്നുള്ള കൺസെപ്റ്റ് അക്കാഡമിയുമായി നമ്മൾ കണക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളോട്, ഇപ്പോ വിഴിഞ്ഞം പോർട്ട് തന്നെ അക്കാഡമിക് പ്രോഗ്രാമുകളും ട്രെയിനിങ് സെന്ററുകളും ആരംഭിക്കുക. നമുക്ക് മാരിടൈം ഹിസ്റ്ററി, മാരിടൈം ലോ, അതുപോലെ ലോജിസ്റ്റിക്സ് തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളിൽ അക്കാഡമിക് പ്രോഗ്രാമുകൾ നമുക്ക് തുടങ്ങി വെക്കണം. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ തുറമുഖങ്ങളിൽ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. ഏത് പദ്ധതി തുടങ്ങിയാലും അത് വേണം. ഇവരിവിടെ ആരംഭിച്ച വലിയൊരു സോഫ്റ്റ്വെയർ, ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള ഇവരുടെ ഈ ഓട്ടോമേറ്റഡ് സംവിധാനം, ആ സംവിധാനത്തിനും നല്ല ട്രെയിനിങ് കൊടുക്കണം. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിൽ ഞാനും ശ്രീ കുഞ്ഞാലൂർ സാഹിബും ചെന്നപ്പോൾ ഞങ്ങൾ സിയാലിനോട് പറഞ്ഞു, സിയാൽ ഈസ് എ കോമ്പിറ്റന്റ് ഏജൻസി ടു സ്റ്റാർട്ട് ആൻ എയർപോർട്ട്. സിയാൽ ഒരു കൺസൾട്ടൻസി സർവീസ് തുടങ്ങണം. ഇന്ത്യയിലോ മൂന്നാം ലോക രാജ്യങ്ങളിലോ ലോകത്തിൽ എവിടെയുമോ ഒരു പോർട്ട് തുടങ്ങാനുള്ള എല്ലാ കോമ്പിറ്റൻസിയും സിയാലിനുണ്ട്. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടാലന്റ് പൂൾ അവിടെയുണ്ട്. കൺസൾട്ടൻസി തുടങ്ങണം. വിഴിഞ്ഞം തുറമുഖത്തിലും ഞങ്ങളുടെ ആഗ്രഹം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടൻസി തുടങ്ങണം എന്നുള്ളതാണ്. ലോകത്തിൽ ഏത് രാജ്യത്തും ഒരു പോർട്ട് ആരംഭിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കൺസൾട്ടൻസിയെ നമുക്ക് അയക്കാൻ കഴിയും. ലോകത്തെ ഏത് രാജ്യത്ത് പോയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അവർ പോയി ലോകത്തൊരു പുതിയ പോർട്ട് തുടങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. അപ്പൊ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സാധ്യതകളെ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു സ്വപ്നത്തിന്റെ ആരംഭമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ എക്സിം ആക്ടിവിറ്റി വിഴിഞ്ഞത്ത് നിന്നുള്ള സമ്പൂർണ്ണ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രോസസ്സിങ്ങിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും എക്സിം ഈ പറയുന്ന എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അത് ആരംഭിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള. അപ്പം അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത്. ഈ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ ഉദ്ഘാടനത്തിൽ ബി ജെ പി ഇല്ല എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന കേന്ദ്രമന്ത്രി പങ്കെടുത്തില്ല. കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, പങ്കെടുത്തില്ല. മാത്രവുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള രീതിയിൽ മേയറും പങ്കെടുക്കേണ്ടതായിരുന്നു, അവർ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വന്നില്ല, പ്രതിപക്ഷ MLA വന്നില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ രാജാവ് വന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവില്ല, കമലയില്ല, വീണയില്ല, ചെറുമകനില്ല, വിവേകില്ല. പിന്നെ ഈ രാജാവിൻ്റെ ഇപ്പം ഇത്രയും പറഞ്ഞത് ഈ രാജാവിൻ്റെ കുടുംബം, മരുമോനും ഇല്ല. പിന്നെ രാജാവിൻ്റെ അടിമകളായിട്ടുള്ള ഈ പറയുന്ന ക്ഷണിക്കപ്പെട്ട MLA ഇല്ല എന്ന് പറഞ്ഞാൽ BJP ഇല്ല. അതുകൊണ്ട് തന്നെ CPM ഇല്ല. BJP ഇല്ല, CPM ഇല്ല. ഇനി CPM ഇല്ലെങ്കിലോ BJP ഇല്ല. എന്നാൽ പിന്നെ കാര്യം നടക്കാണ്ടാവുമോ? കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നു. ഓപ്പറേഷനൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നു. എക്സ്പോർട്ട് ഇമ്പോർട്ടുകൾ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം അവിടെ നിന്ന് ഇന്നിപ്പോൾ എക്സ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ കേരളത്തിൽ നിന്നുള്ള ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്, പഴംപൊരിയുണ്ട്. ഈ വക ഐറ്റങ്ങൾ അടക്കം ഇന്ന് എക്സ്പോർട്ട് ഇനത്തിൽ കയറിപ്പോയി. എന്ന് പറഞ്ഞാൽ രാജാവും കുടുംബവും ഒന്നും വന്നില്ലെങ്കിലും കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പം എനിക്കിങ്ങനെ മനസ്സിലായ ഒരു കാര്യം, ഇവർ വരാത്തത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കൃത്യമായിട്ട് നടക്കില്ലായിരുന്നു. പിണറായി വിജയനെ ക്ഷണിച്ചതാണ്, വന്നില്ല. പ്രതിപക്ഷത്തുള്ള MLA വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നില്ല.
BJP മന്ത്രി, കേന്ദ്രമന്ത്രി പങ്കെടുക്കേണ്ടതാ, വന്നില്ല. BJPയുടെ മേയർ എന്നുള്ള രീതിയിൽ BJPയുടെ മേയറെ ക്ഷണിച്ചതാണ്, വന്നില്ല. എന്ന് പറഞ്ഞാൽ CPM ഇല്ല, BJPയും ഇല്ല. BJP ഇല്ലെങ്കിൽ CPMഉം ഇല്ല. CPM ഇല്ലെങ്കിൽ BJP ഇല്ല, BJP ഇല്ലെങ്കിൽ CPM ഇല്ല. അതാണ്. നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. പരിപാടി അതിഗംഭീരമായിരുന്നു. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു അല്ലേ? പിണറായി വിജയൻ ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നില്ലേ? ഓരോ വ്യത്യാസങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അവിടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൽ പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, മന്ത്രി എന്നുള്ള രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി VD സതീശനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എന്നാൽ ഇതേ സ്ഥലത്ത് മുമ്പും ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അന്ന് ആരൊക്കെയുള്ളത്? അന്ന് രാജാവുണ്ട്, പിന്നെ രാജാവിൻ്റെ പത്നി കമലയുണ്ട്, പിന്നെ ആരാളുള്ളത്? പിന്നെ മകൾ വീണയുണ്ട്, പിന്നെ ആരാളുള്ളത്? ചെറുമകനുണ്ട്. ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ പരിപാടിയിൽ ഈ പറഞ്ഞ ആളുകൾക്ക് എന്താ കാര്യം? ഈ കമലക്ക് എന്താണ് കാര്യം? ഈ വീണക്ക് എന്താണ് കാര്യം? ഈ ചെറുമകൻ എന്താണ് കാര്യം? ആലോചിക്കണം. ഇനി അവിടെ മാത്രമല്ലല്ലോ, ഇപ്പോൾ കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു കമല, അവിടെയും ഉണ്ടായിരുന്നു വീണ. എന്ന് പറഞ്ഞാൽ രാജാവുണ്ട്, രാജാവിൻ്റെ കുടുംബമുണ്ട്, അടിമകളുണ്ട്. ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം രാജാവ് തെരുവിലാണ്. ഇപ്പം രാജാവ് തെരുവിലൂടെ തെരുവ് പട്ടി നടക്കും പോലെ നടന്നുകൊണ്ടിരിക്കുക, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. അപ്പോൾ തെരുവ് പട്ടി നടക്കും പോലെ നടക്കുന്നവന് ഈ കമലനെയും വീണനെയും ചെറുമോനെയും ഒന്നും കൂട്ടി നടക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് കമലയും ഇല്ല, വീണയില്ല, വിവേകില്ല, ചെറുമകനില്ല, രാജാവില്ല, രാജാവിൻ്റെ അടിമകളില്ല, ആരും തന്നെ ഇല്ല. എന്നാൽ ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഇതിൻ്റെ പേരിൽ ക്ഷണിച്ചു എന്ന് മാത്രം. എന്താ പറയേണ്ടത്, നമ്മൾ പറയുമല്ലോ, വിളിക്കാതിരിക്കുന്നത് എങ്ങനെയാ എന്ന് കരുതിയിട്ട് വിളിച്ചതാ. ഇനി വന്നില്ലെങ്കിൽ അത്ര സന്തോഷം. എന്നാ വന്നില്ല എന്ന് കരുതി ഇത് മുടങ്ങുമോ? അതിന് സതീശനല്ലാതിരിക്കണം, സതീശനാകുന്ന കാലത്തോളം മുടക്കൂല അയാള്. വളരെ കൃത്യമായ പദ്ധതികളോടുകൂടിയാണ് സതീശൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന സംഘ് പരിവാറുമായിട്ടുള്ള ഒരു വലിയ കണക്ഷനെ കുറിച്ചാണ്. എല്ലാ അർത്ഥത്തിലും ഡീലും പറഞ്ഞു നടക്കരുത്. ഇപ്പം നിങ്ങളൊരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിണറായി വിജയന് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി സംഘ് പരിവാറിനൊരു കാര്യം മനസ്സിലായി, ഇനി ഇവനെ കൊണ്ട് പറ്റൂല, ഇനി ഇവനെ കൊണ്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് നടക്കുന്നതിലും കാര്യമില്ല. ഇനി ഇവനെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, ഇനി ഇവനെ നിങ്ങൾ പിടിച്ചു ഊറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കുള്ള വളമാക്കി മാറ്റാം എന്ന് മനസ്സിലാക്കിയവർ കഴിഞ്ഞ 10 വർഷം അടക്കി വെച്ചതൊക്കെ ഇപ്പോൾ എടുത്ത് സംഘ് പരിവാർ പ്രയോഗിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ കാലമൊക്കെ സംഘ് പരിവാറിന് പിണറായി വിജയന് വേണമായിരുന്നു, പിണറായി വിജയന് സംഘ് പരിവാറിനും വേണമായിരുന്നു. ഇന്ന് പിണറായി വിജയന് അധികാരമില്ല, അതുകൊണ്ട് പിണറായി വിജയനും ഇല്ല, സംഘ് പരിവാരും ഇല്ല, സംഘ് പരിവാരും ഇല്ല, പിണറായി വിജയനും ഇല്ല, രണ്ടുപേരും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയില്ലേ, അതെന്നെ അവസ്ഥ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേ വിഴിഞ്ഞത്ത് ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ അന്നത്തെ ആ ഫോട്ടോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? കമലയുണ്ടല്ലോ, വീണയുണ്ടല്ലോ, ചെറുമകനുണ്ടല്ലോ. എന്തേ പിണറായി വിജയൻ ഇന്ന് ക്ഷണിക്കപ്പെട്ടിട്ടും ആ വേദിയിൽ എത്താതിരുന്നത്? പിണറായി വിജയൻ തിരുവനന്തപുരത്തുണ്ടല്ലോ. ഇന്ന് പിണറായി വിജയൻ അത് കഴിഞ്ഞ് സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. പിണറായി വിജയൻ തിരുവനന്തപുരത്തുണ്ട്. പിണറായി വിജയന് വേറെ മൂലക്കുരുവിൻ്റെ പ്രശ്നമൊന്നുമില്ല, വയറ്റുനോക്കൊന്നും പിടിച്ചിട്ടുമില്ല. എന്നിട്ടും എന്തേ പിണറായി വിജയൻ പങ്കെടുക്കാതിരുന്നത്? കാരണം എന്താ? കാരണം ഇപ്പോൾ ഒരു എന്താ പറയണ്ട, ഈ തെരുവ് പട്ടിയുടെ വിലയേ ഉള്ളൂ, അതാണ് പ്രശ്നം. ഇപ്പോൾ വിലയും മാനും വിലയൊന്നും ഇല്ല, ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിണറായി കരുതി ഇനിയിപ്പോൾ അവിടെ പോയിട്ട് സതീശൻ എന്തെങ്കിലും പറയൂ, അത് കേട്ടിട്ട് മിണ്ടാതെ വരേണ്ടി വരൂ, അതുകൊണ്ട് അവിടെ പോണ്ട എന്നങ്ങോട്ട് കരുതി. മനസ്സിലായില്ലോ? അപ്പോൾ അതാണ് ഇന്ന് പോകാതിരുന്നത്. അതിന് പ്രത്യേക കാരണമില്ല. അപ്പോൾ ഇവർ തീരുമാനമെടുത്താ ഡൽഹിയിൽ നിന്ന് ആൾ വരുന്നില്ല എന്ന് മനസ്സിലായി. അതായത് ഇവരുടെ പാർട്ട്ണറുടെ ആളുകൾ വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നാൽ പിന്നെ നമ്മളും പോണ്ട, അങ്ങനെ ഉണ്ടല്ലോ. കൂട്ടുകാരൻ വന്നില്ല, അതുകൊണ്ട് ഇവനും പോയില്ല.
എന്നാൽ കൂട്ടുകാരനും ഈ പറയുന്ന വിജയനും വരാത്തത് കൊണ്ട് എന്തെങ്കിലും മുടക്കം അത് നടക്കില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ ഊമ്പിച്ച് നടക്കുകയായിരുന്നു വിജയനും ഈ കുടുംബവും രാജാവും കുടുംബവും. ഇന്ന് അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്താ പിണറായി വിജയൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്? ഈ പിണറായി വിജയന് ഇപ്പോൾ ഇത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചു, പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അടുത്ത ഘട്ടം അത് സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. എന്തേ ഈ പറയുന്ന പിണറായി വിജയൻ പങ്കെടുക്കാത്തത്? ആലോചിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഈ പദ്ധതി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായിട്ട് തങ്ങൾക്ക് അത് ഇവർ ഉമ്മൻചാണ്ടി കൊണ്ടുവരുമ്പോൾ പറഞ്ഞതുപോലെ ഇത് 6000 കോടി രൂപയുടെ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞതുപോലെ അതായിരുന്നു നിലപാടെങ്കിൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകരുതായിരുന്നു അല്ലേ? അതല്ലേ വേണ്ടിയിരുന്നത്. ഇത് പദ്ധതിയുമായി മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് അത് എൻ്റെ കുട്ടിയായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ വിജയന് വേണ്ടിയിട്ട് ഈ മരുമോൻ ഇങ്ങനെ കയറ്റി കൊടുക്കുമായിരുന്നു. മരുമോൻ കയറ്റി തിരിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ആൾ, നേട്ടം കൊയ്ത വ്യക്തി എന്ന് പറയുന്നത് ഇവനാ. ആര്? മരുമോന്. കെട്ടിയ പെണ്ണും കുട്ടിയും കൈ വിട്ടിട്ട് പോയി, ഡിവോഴ്സ് വാങ്ങിയിട്ട് പോയി. പിന്നെ എന്താ പറയേണ്ടത്, ഈ അലയലായിരുന്നു, അലയൽ. അവിടെ നിന്നാണ് ഈ കേറ്റലും തിരിക്കലും തുടങ്ങിയത്. ആ കേറ്റലും തിരിക്കലിലും പിന്നെന്തായി, മന്ത്രിയായി, മോളെ കെട്ടിച്ചു കൊടുത്ത്, അങ്ങനെ പലതും ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേറ്റലും തിരിക്കലും ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ BJP ഇല്ലാത്തത് കൊണ്ട് പിണറായി വിജയനും സംഘവും പങ്കെടുത്തില്ല എന്ന്. BJP ഇല്ലാതിരുന്ന് വിളിക്കാനിട്ടാണോ? അല്ല, വിളിച്ചിട്ടുണ്ട്. എന്നാലും കേന്ദ്രത്തിൽ നിന്ന് ആളിങ്ങോട്ട് വരുന്നില്ല എന്നുള്ള മെസ്സേജ് കൊടുത്തിരുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു, അപ്പോൾ ഓല് വരുന്നില്ല, നമ്മളും പോണ്ട, നമ്മളെ കൂട്ടുകാരൻ പാർട്ട്ണറില്ലാതെ ഞാനൊരു പരിപാടിക്കും ഇല്ല എന്നാ പിണറായി വിജയൻ്റെ നിലപാടൊക്കെ നല്ലതാ. പാർട്ട്ണറില്ലാതെ ഞാനൊരു പരിപാടിക്കും ഇല്ല, അതുകൊണ്ട് BJP വന്നില്ല, അതുകൊണ്ട് ഞാനും വരുന്നില്ല. ഞാൻ മാത്രമല്ല, പിന്നെ വിജയന് ചെറിയൊരു ഉള്ളിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? എൻ്റെ കമലനെയും എൻ്റെ വീണനെയും എൻ്റെ ചെറുമോനെയും ഒന്നും വിളിച്ചില്ല, അതുകൊണ്ട് ഞാനും ഇല്ല.